So Karnal sir, I think you started your career with Pawan Kalyan sir. Like first movie. Yes, sir. Yes. എനിക്കൊന്നു എല്ലാവരുടെയും തുടക്ക കാലത്ത് ഇനീഷ്യൽ സ്റ്റേജ് പവൻ കല്യാൺ സെക്കൻഡ് മൂവി ഇവരുടെയൊക്കെ ഇനീഷ്യൽ സ്റ്റേജസ്. സോ അതിനുവേണ്ടി ഇപ്പൊ അവരെല്ലാവരും വലിയ സൂപ്പർ സ്റ്റാർസ് ആയി. സോ ഒരു ജേണി അല്ലു അർജുൻ ആക്ച്വലി ഈസ് നാഷണൽ അവാർഡ് വിന്നർ. Yes, yes. Pawan Kalyan, CM. Deputy CM. బాహుబలి ప్రభాస్ ఎல்லாம் చాలా హ్యాపీగా ఉంది. அதிர்ஷ்டம் லக் చెప్పడానికి சொல்றதுக்கு ரொம்ப சந்தோஷமாவும் பெருமையாவும் இருக்கு. But after happy, I think you will do a movie with Allu Arjun. పవన్ కళ్యాణ్ 2 మూవీ, ప్రభాస్ కూడా ఒక మూవీ, దెన్ రామ్ വേറെ അത് അവസാനം എങ്ങനെ ശരിക്ക് ഈ അല്ലു അർജുൻ എന്ന് പറഞ്ഞ നാടനെ അന്ന് കണ്ടെത്തി? ആദ്യം അവിടെ ഇറങ്ങി വേറെ ഒരു സിനിമ ഇറങ്ങിയ ശേഷമാണ് എനിക്കിപ്പോഴും ഓർമ്മ 2006 അല്ലല്ല ആര്യ ഇറങ്ങിയപ്പോ തന്നെ ഞാൻ കണ്ടിരുന്നു. പക്ഷെ ഇവിടെ 2006 നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ 2-3 സ്ക്രീനിൽ മാത്രമാണ് അല്ലെ? അങ്ങനൊന്നുമില്ല. അത് ആര്യ ഇറങ്ങുമ്പോ ഞാൻ സിനിമ കണ്ട് ഇറങ്ങിയതിന് ശേഷം അടുത്ത ഷോയും കാണാൻ കയറുകയായിരുന്നു. ആര്യ സിനിമ 2003 അവിടെ ഹൈദരാബാദിൽ സിനിമ കണ്ട് ഇറങ്ങി, പക്ഷേ മാറ്റിന് കണ്ടിറങ്ങിയിട്ട് വീണ്ടും അടുത്ത ഷോയും കണ്ടിറങ്ങി 2 പ്രാവശ്യം ഞാൻ ആര്യ കണ്ടു. കണ്ടതിന് ശേഷമാണ് തീരുമാനമെടുക്കുന്നത് ഈ സിനിമ ചെയ്യാമെന്ന്. സ്വാഭാവികമായിട്ട് ആര്യ എന്ന ചിത്രം അല്ലു അർജുനിലുണ്ടാക്കിയ അല്ലു അർജുൻ എനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരു ഇമ്പാക്റ്റിനേക്കാൾ അവിടെ അന്ന് ഈ ന്യൂജൻ പയ്യന്മാർ 5-6 പേരുണ്ടായിരുന്നു. രാംചരൺ മാത്രമേ ഇല്ലാതെ ഉള്ളൂ. ബാക്കിയുള്ള ഒരു NTR, ഒരു പ്രഭാസ് അങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും. ഇവരെല്ലാം ഒരേ സമയത്ത് രൂപം കൊണ്ടവരാണ്. അതിൽ ഒരു വ്യത്യസ്തമായിട്ട് എനിക്ക് ഫീൽ ആയത് കേരളത്തിൽ അന്ന് ഒരു രാജു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പൃഥ്വിരാജ്. അത് പൃഥ്വിരാജിന്റെ ആദ്യത്തെ പടം എൻ്റെ പടമാണ്, നക്ഷത്ര കണ്ട രാജകുമാരൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഹീറോയിലേക്ക് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ പയ്യനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ് ഈസ് ഹോപ്പ്ഫുൾ, ചാൻസ് ഉണ്ട്, നമുക്കൊരു മലയാള പടം പോലെ കൊണ്ടുവരാം. ഡാൻസ് മാത്രമല്ല, ഫൈറ്റ് ചെയ്യുന്ന എല്ലാം കൂടി ചേരുന്ന നല്ല സബ്ജക്റ്റ്, പുതുമയുള്ള സബ്ജക്റ്റ്, ഇതെല്ലാം കൂടി ചേരുന്ന ഒരു പടമാണ് ആര്യ. അപ്പോൾ അത് ഒരു ആൻറ്റി ഹീറോ ആണ് മെയിൻ അതിൽ, ബട്ട് ഡയറക്റ്റഡ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ചെറിയൊരു ആൻറ്റി ഹീറോ ക്യാരക്ടറാണ്. അതൊരു കുസൃതിയായിട്ട് ഫീലാക്കി കൊണ്ടുവന്നു ആ സിനിമ. ഞാനെന്നല്ല, ആര് കണ്ടാലും ചിലപ്പോൾ അത് ഇഷ്ടപ്പെടും. ഞാനൊരു പബ്ലിസിറ്റി ചെയ്തു, വൈഡ് പബ്ലിസിറ്റി ചെയ്തു, അതിനൊരു ബൂസ്റ്റ് ചെയ്തു. പ്രിയദർശൻ ചേട്ടനെ കൊണ്ട് ഇൻ്റർവ്യൂ പടത്തിനെ പറ്റി കമൻസ് എടുപ്പിച്ചു, മറ്റു പല ടെക്നീഷ്യന്മാരെ കൊണ്ട് പറയിപ്പിച്ചു. അതൊക്കെ ചെയ്തിട്ടാണ് അന്നത്തെ സമയത്തുള്ള ലിമിറ്റഡ് TV പബ്ലിസിറ്റിയിലൂടെ, ഇവന്തോ അന്ന് എനിക്ക് തോന്നുന്നു സൂര്യ TV ആണെന്ന് തോന്നുന്നു, ഞാൻ അന്നൊക്കെ ആരും ചിന്തിക്കാത്ത തരത്തിലുള്ള സൂര്യ TVക്ക് കാശ് കൊടുത്തു. പിന്നെ പല രീതിയിൽ ഇപ്പോൾ പറയാൻ പറ്റാത്ത തരത്തിലുള്ള മറ്റു പത്രങ്ങൾക്ക് പൈസ കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്ത് PR വർക്ക് എന്ന് പറയുന്നത് ഞാൻ തന്നെയായിരുന്നു PRO ചെയ്തത്. അങ്ങനെ ചെയ്തിട്ടാണ് അല്ലു അർജുനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അല്ല, അതിനു മുമ്പും നമുക്ക് ചിരഞ്ജീവിയുടെ സിനിമകളൊക്കെ ഇവിടെ അല്ലു അർജുൻ എന്ന് പറയുന്നത് അല്ലല്ല ഒരു ട്രെൻഡ്. പക്ഷെ ചിരഞ്ജീവി സാറിന്റെ പടം എന്ന് പറയുന്നത് വേറൊരു കാറ്റഗറിയിലുള്ള സിനിമയാണ്. അത് വന്നിട്ട് ആ സിനിമകളെന്ന് പറയുന്ന കൊമേഴ്സ്യൽ ആസ്പെക്റ്റിൽ പാട്ട്, ഡാൻസ്, അങ്ങനെയുള്ള ഫൈറ്റ്, അങ്ങനെയുള്ള വേറൊരു തരത്തിലുള്ള കൊമേഴ്സ്യൽ ഇമ്പാക്റ്റുകൾ കൂടിയ ഒരു സിനിമകളാണ്. ഇങ്ങനെ ഒരു ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഓറിയൻറ്റഡ് മലയാള കൾച്ചറിന് മാച്ചാവുന്ന ഒരു സിനിമ, ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് മേ ബി ഇതോ അല്ലെങ്കിൽ പ്രണയമായോ ആയിരിക്കും. നിങ്ങൾ പ്രണയമായി കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ഐ ആം വെരി സോറി എന്ന് പറഞ്ഞിട്ട് ആ സിനിമയോ അല്ലെങ്കിൽ ആര്യോ ആയിരിക്കും. ബേസ്ഡ് സ്റ്റോറി. ഇപ്പോൾ എൻ്റെ സിനിമകൾ എടുത്താൽ ഫുൾ ആക്ഷൻ, അല്ലു അർജുൻ്റെ പടം അല്ലാതെ ഒരു സിനിമയും ആക്ഷൻ പടങ്ങളല്ല. മലയാള കൾച്ചറിന് മാച്ചാവുന്ന തരത്തിലുള്ള കുസൃതിയുള്ള സിനിമകളായിരിക്കും. ആര്യ എടുത്താൽ നിങ്ങൾ ഹാപ്പി എടുത്തോളൂ, അല്ലെങ്കിൽ പ്രണയമായി എടുത്തോളൂ, അതല്ലെങ്കിൽ സാറിൻ്റെ തന്നെ പടം അയ്യോ പാവം, അതും ഒരു കുസൃതിയാണ്. 100% ലവ് എടുത്തോളൂ. ഇതൊന്നും ഒരു കൊമേഴ്സ്യൽ ഗ്ലാമറസ്
ഫൈറ്റോ ഗ്ലാമറസ് സീനുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിനിമയല്ല. റൊമാൻസും ഫാമിലിയും അങ്ങനെയൊക്കെ ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ചിത്രത്തിലെ ഡബ്ബിംഗ് പടങ്ങളാണ്. അപ്പം അതിനൊരു പ്രേക്ഷകരുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ വിലയിരുത്തിയിട്ടില്ല. എനിക്കിഷ്ടപ്പെടുന്നു, അത് പബ്ലിസിറ്റി ചെയ്ത് ഞാൻ കൊണ്ടുവരുന്നു, അതിനെ എടുക്കുന്ന എഫേർട്സ്, അതിലെ പാട്ടുകൾ നല്ലതായിരിക്കും, വിജയിക്കുകയും ചെയ്തു. ഹാപ്പി ഡേയ്സ് എടുത്തോളൂ. അതിനു മുമ്പ് വേറൊരു സിനിമ ഉണ്ടല്ലോ, കൃഷ്ണ ഉണ്ട്, ഞങ്ങളുടെ ലോകം, ഉണ്ട്, ഇത് ഞങ്ങളുടെ ലോകം. ഇതൊന്നും ഒരിക്കലും ഒരു കൊമേഴ്സ്യൽ ആസ്പെക്റ്റിൽ ചിന്തിക്കാൻ പറ്റുന്ന പടങ്ങളെ അല്ല. ഹാപ്പി ഡേയ്സ് ഒക്കെ എനിക്കൊണ്ട് ഇവിടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയ പോലെ തന്നെ ഒരു പല കോളേജുകളിലൊക്കെ ആ സമയത്ത് ഹാപ്പി ഡേയ്സിന്റെ ഒരു പോസ്റ്റേഴ്സും ഒക്കെ ഡിസ്പ്ലേ ചെയ്തിരുന്ന ഇത് ഞങ്ങളുടെ ലോകം, അത് നല്ല വൺ ഓഫ് ദ ബെസ്റ്റ്. ഐ മീൻ നല്ലൊരു പാട്ടുണ്ട്, നല്ല പാട്ടുണ്ട്. ഷിജു തുറവൂർ എഴുതി വിനീത് പാടിയത്. നിനക്കായി സ്നേഹത്തിൻ മൗനജാലകം തുറക്കാം. എന്ത് മനോഹരമായ. അപ്പൊ ആ സിനിമകളൊന്നും മറ്റേ തെലുങ്ക് സിനിമകളുടെ രൂപത്തിലല്ല, അല്ലെങ്കിൽ മലയാളി കണ്ടിരുന്ന ചിരഞ്ജീവി സാറിന്റെയോ കൃഷ്ണ സാറിന്റെയോ പടങ്ങൾ പോലെ അല്ല. വേറിട്ട ശൈലിയിലാണ് സിനിമ ചെയ്തിരുന്നത്, എടുത്തതല്ല. അപ്പൊ എനിക്കിപ്പോ അവിടെ ഇതിനേക്കാൾ ഇറ്റടിച്ചു പോയ പല സിനിമകളും ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല, എനിക്ക് തോന്നിയില്ല. അല്ലാതെ ഈ ആദ്യം കൊണ്ടുവന്ന ട്രെൻഡിന് ശേഷം കുറെ സിനിമകൾ ഇവിടെ പല ഹീറോസിന്റെ റിലീസ് ആയാലും ഇന്ന് ഓർക്കുമ്പോൾ കൂടുതൽ അല്ലു അർജുൻ മൂവീസ് ഒക്കെ തന്നെയാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ആര്യൻ, ഹാപ്പി, ഇങ്ങനത്തെ സിനിമകളൊക്കെ തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു വിഷൻ കറക്റ്റ് ആയിരുന്നു അല്ലെ? തീർച്ചയായിട്ടും.